നമസ്കാരം. മഹാത്മാഗാന്ധി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ വിജയകുമാർ IAS ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ വിജയകുമാർ IAS ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അംബേദ്കർ ആശയങ്ങളെ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കാലിക ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അംബേദ്കറുടെ ജീവിതത്തിലല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മുടെ ജോലി എന്താണ് അംബേദ്കർ ഓർക്കുമ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തെ സ്മരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സാധ്യമാക്കാനും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെയാണ് പറയണമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് മേഖലകൾ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, നിയമം, ധനകാര്യം. ദ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ റുപ്പി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് റിസർവ് ബാങ്കിൻ്റെ സ്ഥാപനത്തിനിടയ്ക്ക് വഴിതെളിയിച്ചത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസക്തി നാളുതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറിനെ നമുക്ക് കാണിച്ചതിന് ഏറ്റവും വലിയൊരു കാര്യം മധ്യേന്ത്യയിൽ, പ്രധാനമായും മധ്യേന്ത്യയിൽ, മഹാരാഷ്ട്ര തൻ്റെ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം വഹിച്ച പങ്കാണ്. അതിൽ ഏറ്റവും വലിയ വിജയം അദ്ദേഹം കൈവരിച്ചത് അവരെല്ലാം ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന് നമുക്കില്ലാത്തതും ഈ ഒന്നിപ്പിക്കാൻ നമ്മൾ ഒന്നാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സംഘടനാഭാവം എടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ സംഘടനാഭാവമുള്ള ആൾക്കാരാണ് നമ്മൾ. ഒരു പക്ഷെ അംബേദ്കർ ആരെന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്, ഈ പട്ടികജാതിക്കാരുണ്ട്. ഇപ്പോൾ പുലയ മഹാസഭയാണെങ്കിൽ ഇത്ര 150 ഉണ്ടെന്ന് ഒരു കണക്കെടുത്ത് സമൂഹമാസ വരയ്ക്കുണ്ട്. എല്ലാം കൂടി കേരളത്തിൽ 1000-ലേറെ പട്ടികജാതി സംഘടനകളുണ്ട്, ജാതി സംഘടനകളുണ്ട്. നമ്മുടെ ശരത്ചന്ദ്രൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ PKS എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടും പറയുന്നത് അതൊക്കെ പാർട്ടിയിൽ ഈ ഉണ്ടായിരുന്നു. നേരത്തെ അതിൻ്റെ പേരെന്താണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ എല്ലാത്തരം മെക്കാനിസങ്ങളും പട്ടികജാതിക്കാരെ എങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്താമെന്നുള്ളൊരു സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറികടക്കേണ്ട, അമിതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ മറികടക്കേണ്ട ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ ഒന്നിക്കാൻ കഴിയുന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മൾ അവരനെ, നമ്മുടെ സഹജീവിയെ ബഹുമാനിക്കാൻ പഠിക്കുക, അംഗീകരിക്കാൻ പഠിക്കുക. അംബേദ്കറോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നീതിപൂർവമായ കാര്യം നമ്മൾ അവരെന്നിച്ച് നമ്മുടെ സഹജീവികളെ അംഗീകരിക്കാനുള്ള സന്മനസ് ആദ്യം കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോൾ ബാക്കി ഐക്യം വന്നു. ഈ നമ്മുടെ ഐക്യം ഇല്ലാതാക്കാൻ ഞാൻ പറയില്ല, പുറത്തുനിന്ന് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അതൊരു ചെയർമാൻ ഡോക്ടർ MK മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KA അരവിന്ദൻ, മുൻ ചെയർമാൻ PV കൃഷ്ണൻകുട്ടി, ഷിബുകുമാർ, TT വിശ്വംഭരൻ, NT ജഗദീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മുൻ റീജിയണൽ പബ്ലിക് റിലേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല മുഖ്യപ്രഭാഷണവും കേരള ഫെഡറേഷൻ ഓഫ് വുമൺ ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശാന്തമ്മ അംബേദ്കർ അനുസ്മരണവും നടത്തി. ന്യൂസ് ഡെസ്ക് മാതൃദേശം.